നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് നമ്മുടെ CPIയുടെ നേതാവ് പ്രകാശ് ബാബുവിന്റെ ഒരു സമ്മേളനത്തിന് സംസാരിച്ച ഒരു ഇതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 64 പിളർപ്പാണ് ഇന്ത്യയിൽ BJP അധികാരത്തിൽ വരാൻ കാരണമായത്. വർഷങ്ങൾക്ക് ശേഷമെങ്കിലും ഇത്തരം കാര്യങ്ങൾ തുറന്നു സമ്മതിക്കുകയും അതിനെ പരിഹരിക്കാനുള്ള പരിപാടികൾ ഇനി യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതിനകത്തും ഉള്ള സാധാരണക്കാർക്ക് പോലും BJPയുടെ മനോഭാവം, അതായത് ഒരു ജാതി മത വർഗീയ ചിന്തകൾക്കെതിരായിട്ടുള്ള ഒരു മനോഭാവം വളരാതെ എൻ്റെ ജാതി എൻ്റെ മതം എന്നൊക്കെയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഈ തുടർന്ന് പറച്ചിലും കുറ്റസമ്മതവുമല്ല, ഇതിന് ബദലായ ഒരു പ്രവർത്തനം പാർട്ടി അണികളിലും നടക്കുമോ എന്നുള്ളതാണ് സംശയം. കാരണം CH മേനോനും ഒക്കെയുള്ള സമയത്ത്, NE ബൽറാം സാറും ഒക്കെ ഉള്ള സമയത്ത് അവരുടെയൊക്കെ പുസ്തകങ്ങളും അവരുടെ കൃതികളും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് നന്നായിട്ട് അറിയാം. പിന്നെ PKS NE ബൽറാമും ഒക്കെ കുട്ടികളുടെ യുക്തിവാദം, കുട്ടികളുടെ നിരീക്ഷകർ, കുട്ടികളുടെ ഭവ്യത, ഇന്ത്യൻ ഭവ്യ എന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ കാലത്ത് ഞാൻ വായനയൊക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ പ്രഭാത ബുക്കോസ് അത്തരം ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും അത്തരം ഒരു സാധനങ്ങളും ഈ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾ, കാരണം ഒന്നവർക്ക് എനിക്ക് തോന്നുന്ന പഴയ ലെജൻഡുകളെ പോലെ വായനയും സാധനമൊന്നും കാണത്തില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴി പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ രാഷ്ട്രീയ ബന്ധം നശിച്ചു, രാഷ്ട്രീയ ബോധം നശിച്ചു. എങ്കിലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഒരു മനോവിഷമം കൊണ്ട് പറയുന്നതാണ്. കാരണം ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മാറ്റവും അത് വർഗീയതയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞാണ്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. BJPയെ അധികാരത്തിൽ എത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പെന്ന് പ്രകാശ് ബാബു. ഇന്ത്യയിൽ BJP അധികാരത്തിലെത്തിച്ചത് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പാണെന്നും അതോടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് പദവിയും നഷ്ടപ്പെട്ടെന്നും CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു CPI പെരിനാട് വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. R ഷംലാൽ അധ്യക്ഷത വഹിച്ചു. TK അഭിലാഷ്, K ജഗദമ്മ, A ഗ്രേഷ്യസ്, SD അഭിലാഷ്, അഡ്വക്കേറ്റ് R സേതുനാഥ്, V ദിനേശ്, അനിൽ, ഫാറൂഖ് നിസാർ, സദാശിവൻ നായർ, B നിതീഷ്, G സുനിൽ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭിന്നിപ്പിന് വിധേയമായത് 1964. 64 ആ ഭിന്നിപ്പോട് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടു. 52-ലും 57-ലും 62-ലും കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യൻ ലോക്സഭയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി പ്രതിപക്ഷ നേതൃസ്ഥാനം കൈകാര്യം ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 67-ൽ നടന്ന തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ 2ാം സ്ഥാനം കൈമോശം വന്ന നിലയിലേക്ക് എത്തിച്ചു. അവിടെ 52-ലെ തെരഞ്ഞെടുപ്പിൽ കേവലം 3 MP മാത്രമുണ്ടായിരുന്ന ജനസംഘം, ആ ജനസംഘമാണ് ഇന്നത്തെ BJP. ജനസംഘം എന്നുള്ള അവരുടെ പേര് മാറ്റി ഹിന്ദു മഹാസഭയായിരുന്നു, ജനസംഘമായിരുന്നു, പിന്നെ പേര് മാറ്റി ജനതാ പാർട്ടിയായി. അതാണ് 1980 മുതൽ BJP എന്ന പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയായി അറിയപ്പെടുന്നത്. ആ ജനസംഘത്തോടൊപ്പം നിന്ന സ്വതന്ത്ര പാർട്ടി, ഇന്ത്യയിലെ ഭൂസ്വാമിമാരുടെ പാർട്ടിയായിരുന്നു ഈ സ്വതന്ത്ര പാർട്ടി. സർ രാജഗോപാലാചാരി അതിൻ്റെ പ്രസിഡന്റ്. ആ സ്വതന്ത്ര പാർട്ടിയും ജനസംഘവും കൂടി യോജിച്ചുകൊണ്ട് 67-ലെ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പിന് ശേഷം 2ആയി തിരിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIക്ക് 23 MP-മാരും CPI-എമ്മിന് പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട പാർട്ടിക്ക് 19 MP-മാരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 കഷണമായി നിന്നു. അവിടെ പകരം കയറി വന്നത് ഇന്ത്യയിലെ ഭൂസ്വാമിമാരുടെ ജന്മിമാരുടെ പാർട്ടിയായി പറയുകയും അങ്ങനെ അറിയപ്പെടുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്ന സ്വതന്ത്ര പാർട്ടിയും അവരോടൊപ്പമുള്ള ജനസംഘവും. സ്വതന്ത്ര പാർട്ടിക്ക് 44 MP-മാരും ജനസംഘത്തിന് 32 MP-മാരുമായി അവർ ഇന്ത്യൻ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് അവരെത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ
രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഭിന്നിപ്പോടുകൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി മാറാനും കഴിയണം. അവിടെ സർ രാജഗോപാലാചാരി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. AKGയുടെയും ഡാങ്കയുടെയൊക്കെ സ്ഥാനം രാജഗോപാലാചാരി. ഞാൻ സൂചിപ്പിച്ചത് എവിടെയാണ് ജനസംഘത്തിന് അല്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിക്ക് ഇന്നത്തെ ഹിന്ദുത്വ വർഗീയതയുടെ ആൾരൂപമായ ജനസംഘത്തിന് എപ്പോഴാണ് ലോക്സഭയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം കിട്ടത്തക്ക നിലയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ 64-ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായ ഭിന്നിപ്പിന് ശേഷമാണ്. ചിന്നൂസിൽ സമ്മാനോത്സവത്തിന്റെ 10ാം ഉദയം. കുണ്ടൻ ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയിൽ 10ാമത് തിരക്ക്. ചിന്നൂസ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 24 വരെ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വർണ്ണമോതിരങ്ങൾ സമ്മാനം. 5 പവനിൽ തുടങ്ങുന്ന എല്ലാ വിവാഹ പർച്ചേസുകൾക്കും സ്വർണ്ണ നാണയം സമ്മാനമായി നേടും. തീർന്നില്ല, ഇനിയുമുണ്ട്. എല്ലാ പർച്ചേസുകൾക്കും പട്ടുസാരിയും ചുരിദാറും സമ്മാനം. അക്ഷയ തൃതീയ ദിനമായ ഏപ്രിൽ 30-ന് വാർഷിക ദിനത്തിലെ ഓഫറുകൾ ലഭിക്കുന്നതായിരിക്കും. അതെ, ഓഫറുകളുടെ 10ാമതേ കാലത്ത് ചിന്നൂസിൽ തിരക്കേറുകയാണ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, CSI ഷോപ്പിംഗ് കോംപ്ലക്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. വായനാ കളരികൾ ഉദ്ഘാടനം ചെയ്തു. ചെറുമൂട് ഗ്രന്ഥകരളി ബാലവേദി അംഗങ്ങളുടെ ഭാഷാപഠനശേഷി വർദ്ധിപ്പിക്കുന്നതിനും വായനാശീലം വളർത്തുന്നതിനുമായി 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ കളരി ഗ്രന്ഥകരളി പ്രസിഡന്റ് R. രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. മെന്റർ B. മോഹനചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ശിവൻ വേളിക്കാട് പരിപാടികൾ വിശദീകരിച്ചു. R. തുളസി ക്ലാസുകൾ നയിച്ചു. താലൂക്ക് യൂണിയൻ പ്രതിനിധി G. ഉണ്ണികൃഷ്ണപിള്ള, S. ഫാത്തിഹ എന്നിവർ സംസാരിച്ചു. ചെറുമൂട് നവധാര ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി ഉദ്ഘാടനം പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജോകുമാർ നിർവഹിച്ചു. ലൈബ്രറിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോയുടെ പ്രകാശനം പഞ്ചായത്ത് അംഗം P. ജഗന്നാഥൻ നിർവഹിച്ചു. ബാലവേദി പ്രസിഡന്റ് ഗൗരി നന്ദ അധ്യക്ഷത വഹിച്ചു. ബാലവേദി മെന്റർ V. മധുലാൽ പദ്ധതി വിശദീകരിച്ചു. ലൈബ്രറി സെക്രട്ടറി B. ശ്രീകുമാർ, ബാലവേദി സെക്രട്ടറി അഭിശങ്കർ, C. ശിവശങ്കരപിള്ള എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1, 9, 8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2-ന് ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1-ന് ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. സെമിനാർ സംഘടിപ്പിക്കും. പട്ടികജാതി ക്ഷേമ സമിതി PKSന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിലാണ് സെമിനാർ. ബുധനാഴ്ച വൈകിട്ട് 5-ന് കുണ്ടറ മുക്കട ജംഗ്ഷനിൽ മുൻ MP K. സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ TK ശ്യാംകുമാർ വിഷയം അവതരിപ്പിക്കും. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി, കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447411980. ശശിധരൻ കുണ്ടറയുടെ കാവലും കൂവലും എന്ന ബാലസാഹിത്യ കൃതിയുടെ പ്രകാശനം നാളെ ഏപ്രിൽ 22-ന് വൈകിട്ട് 4-ന് കൊല്ലം പുളിയത്തുമുക്ക് സാഹിത്യവിലാസിനി ലൈബ്രറിയിൽ നടക്കും. ബാലവേദി പ്രസിഡന്റ് നാഫിയ S. അധ്യക്ഷത വഹിക്കും. മുൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ആമുഖ പ്രഭാഷണം നടത്തും. മജീഷ്യൻ RC ബോസ് പുസ്തകം പ്രകാശനം ചെയ്യും. K. സായിനാഥ് പുസ്തകം സ്വീകരിക്കും. VN രാജമോഹനൻ പുസ്തകം പരിചയപ്പെടുത്തും. അതിഥികളായി NS മണിയും നിസാർ മുഹമ്മദും സംസാരിക്കും. മാസ്റ്റർ B. ശബരി ചടങ്ങിന് നന്ദി പറയും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ചിട്ടുള്ള 17 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ തിരികെ വരെയുള്ള ചിത്രങ്ങളാണ് യൂട്യൂബിലുള്ളത്. പല സിനിമകളും ഏറെ പേർ കണ്ടിട്ടുണ്ട്.
ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ സിനിമ ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ലഹരിക്കെതിരായി കേരളത്തിൽ നടക്കുന്ന വലിയ പ്രചണ്ഡമായ പ്രചരണമുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു സമീപനം സാധാരണക്കാരിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ പുറത്തിറക്കിയ സിനിമയാണ് തിരികെ നിങ്ങളെല്ലാം കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളെ കൂടി ആ സിനിമയൊന്ന് കാണിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.